ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമ കൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തതോടെ മലയാള സിനിമയിൽ പുതിയൊരു ഇൻഡസ്ട്രി വിജയം കൂടി പറന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്ന് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി വിജയ സ്റ്റാറ്റസ് നേടിയെടുത്ത എമ്പുരാൻ എന്ന സിനിമയുടെ വരവോടുകൂടി കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 10 മലയാളം സിനിമകളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ 2000 മുതൽ 2025 വരെ റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ വിവിധ വർഷങ്ങളിൽ നേടിയെടുത്ത സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ 2000-ൽ തന്നെ ഈ പറഞ്ഞ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ലാലേട്ടൻ സിനിമയാണ്. ഷാജി കലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന സിനിമയാണത്. ആശീർവാദ് സിനിമാസിന്റെ ആദ്യ സിനിമ എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. നരസിംഹത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് പിന്നീട് ഒരു മലയാളം സിനിമയ്ക്ക് മറികടക്കാനായിട്ട് 5 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. മമ്മൂട്ടിയുടെ രാജമാണിക്യം എന്ന സിനിമയാണ് ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ പിന്നീട് നേടിയെടുത്തത്. 2005-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രാജമാണിക്യത്തിന് ശേഷം പിന്നീട് മമ്മൂട്ടി ഇതുവരെ തന്റെ കരിയറിൽ ഈ പറഞ്ഞ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിട്ടില്ല. രാജമാണിക്യം റെക്കോർഡിന് 1 വർഷത്തെ ആയുസ് പോലും നമ്മുടെ ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന വൻ താരനിര ഭാഗമായ സിനിമ നൽകിയില്ല. 2006-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അന്നത്തെ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ശേഷം 2008-ലാണ് മലയാള സിനിമ ഇൻഡസ്ട്രി വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ കാണുന്നത്. അത് 2020 എന്ന സിനിമയിലൂടെയാണ്. ഒറ്റനോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു മൾട്ടി സ്റ്റാർ സിനിമ നോക്കി നിസ്സംശയം പറയാവുന്ന സിനിമയാണെങ്കിലും ഈ ചിത്രത്തിലെ സ്കോറിംഗ് ആരാണെന്ന് എല്ലാവർക്കും ഒരുപോലെ തന്നെ അറിവുള്ളതാണ്. മോളിവുഡിലെ ഏറ്റവും വലിയ മുതിർന്ന താരത്തെ നടുക്ക് നിർത്തി പറ്റിച്ചതിന്റെ ചർച്ച ഇനിയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 2020 അന്ന് നേടിയെടുത്ത ഭീമമായ കളക്ഷൻ പിന്നീട് ഒരു മലയാളം സിനിമ മറികടന്നത് 2013-ലാണ്. അതും നമ്മുടെ ലാലേട്ടൻ സിനിമയിലൂടെ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ 65 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. ദൃശ്യത്തിന്റെ ഫൈനൽ കളക്ഷൻ 2015-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ നീവിന്റെ പ്രേമം മറികടന്നു. അന്ന് വൻ തരംഗമായി മാറിയ പ്രേമം എന്ന സിനിമ 74 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. പ്രേമത്തിന് 1 വർഷത്തെ ആയുസ് പോലും നമ്മുടെ പുലിമുരുകൻ നൽകിയില്ല. 2016-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ പുലിമുരുകനാണല്ലോ പിന്നീട് ഒരുപാട് വർഷങ്ങൾ റെക്കോർഡ് കളക്ഷൻ ഹോൾഡ് ചെയ്ത് നിലനിന്നത്. 144 കോടിയിൽ പരം ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് പിന്നീട് ഒരു മലയാളം സിനിമ മറികടന്നത് ഇക്കഴിഞ്ഞ 2023 വർഷമായിരുന്നു. 2018 എന്ന സിനിമ 175 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. 2018-ന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആകട്ടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 242 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്തതോടെ മറികടന്നു. ഒരു ഗുണഗുഹ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഇപ്പോഴത്തെ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. 250 കോടി ലക്ഷ്യമിട്ട സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 2000 മുതൽ 2025 വർഷം വരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത വിവിധ കാലത്തെ സിനിമകളെയാണ്. റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളെയാണ്. അവിടെയും നമ്മുടെ ലാലേട്ടൻ കിങ് ആകുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കാണുന്നത്. മൾട്ടി സ്റ്റാർ ചിത്രം 2020-ലെ കൂടി വൻ പ്രകടനത്തോടു കൂടി 5 സിനിമകളാണ് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ലാലേട്ടന്റെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 3 സിനിമകൾ ആശീർവാദ് സിനിമാസിന്റേതാണ്. ആശീർവാദ് സിനിമാസിന്റെ ആദ്യ സിനിമയിലും ഇപ്പോഴത്തെ 25-ാം വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയും റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തുകൊണ്ട് വലിയ പ്രത്യേകതയായിട്ട് തന്നെ എടുത്തു പറയാം. ഇതിനിടയിൽ കഴിഞ്ഞ 2000 മുതൽ മാത്രമല്ല ലാലേട്ടന് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ഡിക്കേഡുകളിലും ലാലേട്ടൻ സിനിമകൾക്ക് റെക്കോർഡ് കളക്ഷൻ ഇതേപോലെ റെക്കോർഡ് കളക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ 10 സിനിമകളിൽ ഏറ്റവും കുറഞ്ഞ അഭിപ്രായങ്ങൾ, അതായത് വലിയ എല്ലാവരെയും ഒരുപോലെ തന്നെ സംതൃപ്തിപ്പെടുത്താത്ത അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ഒരുപക്ഷെ എമ്പുരാനായിരിക്കും. എന്നിട്ടുമാണ് സിനിമ ഈ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നിസ്സംശയം പറയാം, മോളിവുഡ് എന്ത് ലാലേട്ടൻ വുഡാണ്. ലാലേട്ടൻ്റെ മികച്ച സമയം മലയാള സിനിമയ്ക്ക് മികച്ച സമയമാണ് എന്ന്. കാത്തിരിക്കുക കൂടുതൽ ഇതുപോലുള്ള റെക്കോർഡുകളുടെ വാർത്തകൾ അറിയാനായിട്ട്.